നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തു, അതിന് അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, നീറ്റ് എക്സാം എഴുതി, നീറ്റിൻ്റെ റാങ്ക് വന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു കോളേജിലും പ്രവേശനം കിട്ടുകയില്ല. അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് സംബന്ധിച്ച് നിരവധി പ്രോസസ്സുകൾ നമ്മൾ വേറെ ചെയ്യാനായിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കീമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ജമ്മു കാശ്മീരിലും ഒക്കെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതായിട്ട് വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഓരോരോ സംസ്ഥാനങ്ങളിലെയും പലതരത്തിലുള്ള നിയമങ്ങളാണ്. ആ നിയമം സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാനുള്ള അർഹത ഉണ്ടാവും, എലിജിബിലിറ്റി ഉണ്ടാവും, നേറ്റിവിറ്റി ഉണ്ടാവും. ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. തമിഴ്നാടുണ്ട്, പഞ്ചാബുണ്ട്. എയിംസും ജിപ്മറും ഒക്കെ എന്നുള്ളത് ഡൊമിസിൽ ഫ്രീ ആണ്. ഏത് സ്റ്റേറ്റിൽ ജനിച്ചു, ഏത് സ്റ്റേറ്റിൽ +2 പഠിച്ചു എന്നുള്ളതിന് യാതൊരു പ്രയോറിറ്റിയും ഇല്ല. അതെല്ലാം കോമൺ ആണ്. ഗവൺമെൻറ് സീറ്റിനാണ് പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതില്ല. സ്വകാര്യ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം അപ്ലൈ ചെയ്യണം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 168ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ. ശിവൻ സാർ, ശരിക്കും നമ്മുടെ കഴിഞ്ഞ വാരം എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ചിരുന്നൊരു കാര്യമാണ്, എങ്കിൽ കുറച്ചുകൂടെ വ്യക്തത നമ്മുടെ പ്രേക്ഷകർക്ക് വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് കമൻസുകളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നീറ്റിന് അപ്ലൈ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മൾ കീമിനും അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത എന്താണ്, അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് മെയ് 3-ാം തീയതി നടക്കാനുള്ള ഒരു എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ്. ഓക്കെ. നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തു, അതിന് അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, നീറ്റ് എക്സാം എഴുതി, നീറ്റിൻ്റെ റാങ്ക് വന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു കോളേജിലും പ്രവേശനം കിട്ടുകയില്ല. NEET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതും പരീക്ഷ എഴുതുന്നതും അതിനുശേഷം ജൂൺ 10 അതിനകത്ത് റിസൾട്ട് വരുന്നതും ആ ഒരു എക്സാമിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു എക്സാമിനും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണോ അതിനൊക്കെ നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുക്കണം. പരീക്ഷ എന്ന് പറയുന്നത് മാത്രമാണ് ഏകീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ MBBSൻ്റെയും BDSൻ്റെയും അഡ്മിഷന് അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും സംസ്ഥാന തലങ്ങളിലാണെങ്കിലും ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി, നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ. പക്ഷേ പ്രവേശനം നേടണമെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ താല്പര്യമുള്ളത്, എവിടെയൊക്കെയാണോ അർഹതയുള്ളത്, അതനുസരിച്ച് നമ്മൾ പ്രത്യേകം അപേക്ഷകൾ കൊടുക്കണം. അതിന് നീറ്റിന് അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വെബ്സൈറ്റിൽ തന്നെ അല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ചില സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീറ്റ് എക്സാമിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യണം. ചില റിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ചില വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യണം. നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് സംബന്ധിച്ച് നിരവധി പ്രോസസ്സുകൾ നമ്മൾ വേറെ ചെയ്യാനായിട്ടുണ്ട്. അതിലൊന്നാണ് കീം അല്ലെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും കീമിനും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും പ്രവേശനം കിട്ടണമെങ്കിൽ നമുക്ക് നീറ്റ് എഴുതിയേ പറ്റൂ. ഒപ്പം തന്നെ കേരള മെഡിക്കൽ കീമിനും അപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും ഈ മെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടില്ല. മറ്റ് പരീക്ഷകൾ എഴുതി എൻജിനീയറിങ്ങോ B.Pharm അല്ലെങ്കിൽ ആർക്കിടെക്ചറോ എഴുതിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, മെഡിക്കൽ അഡ്മിഷനെ ബാധിക്കുന്നില്ല. പക്ഷേ മെഡിക്കൽ MBBSും BDSും അനുബന്ധ കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ പരീക്ഷ എഴുതേണ്ട. നീറ്റിന് അപ്ലൈ ചെയ്യുന്നു, നീറ്റ് എക്സാം എഴുതുന്നു, ഒപ്പം കേരള മെഡിക്കലിനും അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. കേരള എഞ്ചിനീയറിംഗ് ഏപ്രിൽ 15-ാം തീയതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കീമിൻ്റെ ആപ്ലിക്കേഷനും നേരത്തെ വിളിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ, ഫെബ്രുവരി 15 അല്ലെ 20-ാം തീയതിയോടുകൂടി കേരള എൻട്രൻസ് കമ്മീഷണർ കീം 2026 ആപ്ലിക്കേഷൻ ക്ഷണിക്കും. അതിനകത്ത് മെഡിക്കൽ ഉണ്ടാവും, എൻജിനീയറിംഗ് ഉണ്ടാകും, B.Pharm ഉണ്ടാകും, ആർക്കിടെക്ചർ ഉണ്ടാകും. ഈ 4 കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്ന് മാത്രം. പരീക്ഷ കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം കഴിഞ്ഞ് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഓരോ വിദ്യാർത്ഥികളും ആ സൈറ്റിലോട്ട് നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുകയും ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രത്യേകം ഉണ്ടാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപേക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
സാർ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നു, അതായത് നമ്മുടെ ഈ ഒരു നീറ്റ് എക്സാമിലൂടെ മറ്റ് കോഴ്സുകളിലേക്കുള്ള, അതായത് മെഡിക്കലും നമ്മുടെ BDS പോലെ അല്ലാതെ MBBS BDS പോലെ അല്ലാതെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഒരുപാട് ആഡ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നീറ്റ് അടിസ്ഥാന യോഗ്യത ആക്കിയിട്ടുണ്ടെന്നുള്ളത്, അതെ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ശുപാർശയാണ്. നമുക്കറിയാം MBBS BDS വേണ്ടിയിട്ടാണ് നീറ്റ് നടത്തുന്നത്. ഒപ്പം തന്നെ നീറ്റ് അടിസ്ഥാന യോഗ്യതയായിട്ടാണ് ഇന്ത്യയിൽ BSc നഴ്സിംഗ് പ്രവേശനം നടക്കുന്നത്. ഒപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഫിസിയോതെറാപ്പി പോലെയുള്ള അലൈഡ് കോഴ്സുകൾ എല്ലാം തന്നെ നീറ്റിൻ്റെ അണ്ടറിലാക്കിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ തന്നെ കേരളത്തിൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി പോലെ 13 കോഴ്സുകൾ നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫിസിയോതെറാപ്പി പോലെയുള്ള MLT പോലെയുള്ള അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി പോലെ ഒക്യുപേഷണൽ തെറാപ്പി പോലെ ഏതൊക്കെ കോഴ്സുകളാണ് കേരള മെഡിക്കൽ റാങ്ക് വെച്ച് പ്രവേശനം നടക്കുക എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ BSc നഴ്സിംഗ് നേരത്തെ തന്നെ 2022 തന്നെ നീറ്റിൻ്റെ അണ്ടറിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതിപ്പോഴും +2 മാർക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും BSc നഴ്സിംഗ് പ്രവേശനം ഈ 2025 +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. അപ്പോൾ നഴ്സിംഗ് കേരളത്തിലാണ് ഒരു അഡ്മിഷൻ എടുക്കുന്നയാൾ നീറ്റ് എക്സാം എഴുതേണ്ട കാര്യമില്ല. +2 റിസൾട്ട് വന്നതിന് ശേഷം LBSൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതിയാവും. നഴ്സിംഗിൻ്റെ അനുബന്ധ കോഴ്സുകളും അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഫിസിയോതെറാപ്പി പോലുള്ള കോഴ്സുകൾ നീറ്റിൻ്റെ അണ്ടറിലാക്കിയിരിക്കുന്നത്. അത് അടുത്ത വർഷവും കേരളത്തിൽ നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് പ്രവേശനം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അതൊക്കെ പിന്നെ ആ സമയത്ത് കേരള മെഡിക്കലിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. എങ്കിലും നീറ്റിൻ്റെ അണ്ടറിൽ ധാരാളം കോഴ്സുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഈ മേഖലയിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസകരമാണ്. MBBS BDS അതിൻ്റെ കൂട്ടത്തിൽ 11 കോഴ്സുകൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് 10 കോഴ്സുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മേഖല വളരെയധികം മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് അത്രത്തോളം ടെൻഷൻ കുറവായിരിക്കും. ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇനി കേരളത്തിന് പുറത്ത് ഇപ്പോഴും BSc നഴ്സിംഗ് ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നീറ്റിൽ നിന്നും എടുക്കുന്നുണ്ട്, അല്ലാതെയും എടുക്കുന്നുണ്ട്. ഈ ഉള്ള കോഴ്സുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും കേരളത്തിന് പുറത്തുനിന്നൊക്കെ എടുക്കുന്നത്. കേരളത്തിലെ കാര്യം നമുക്ക് വ്യക്തമല്ല. കേരളത്തിൽ മറ്റൊരു സാഹചര്യമായതുകൊണ്ട് അത് വ്യക്തമല്ല. അത് നമുക്ക് കീമിൻ്റെ പ്രോസ്പെക്ടസ് വന്നാൽ മാത്രമേ ഈ മെഡിക്കൽ എന്നുള്ളൊരു വിഭാഗത്തിൽ ഏതൊക്കെ കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ചിത്രം ലഭ്യമാവുകയുള്ളൂ. സാർ, ഇപ്പോൾ കേരളത്തിലൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കീമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിൽ ജനിച്ചിരിക്കണം എന്നുള്ളത്, അതെ, അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ കിട്ടാനുള്ള എലിജിബിലിറ്റി, നേറ്റിവിറ്റി എന്ന് പറയുന്നത്. 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചാലും കേരളത്തിലെ സീറ്റുകൾക്ക് പ്രവേശനം കിട്ടും. സാർ, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത? അതെ, എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കീമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ജമ്മു കാശ്മീരിലും ഒക്കെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതായിട്ട് വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2-3 തരത്തിലുള്ള സീറ്റുകളാണ് മെഡിക്കലിനുള്ളത്. ഒന്ന് ഗവൺമെൻറ് മേഖലയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, മറ്റൊന്ന് കേരളത്തിലെ പോലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, മൂന്നാമത്തത് ഡീംഡ് കോളേജുകൾ എന്ന് പറയും. ഇതിൽ ഗവൺമെൻറ് കോളേജുകളിൽ കിട്ടാനുള്ളതാണ് ഈ അർഹത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നേറ്റിവിറ്റി എന്ന് പറയുന്നത്, കേരളത്തിൽ ജനിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമം സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ അതാത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കുന്നതാണ് കേരളത്തിലെ എലിജിബിലിറ്റി എങ്കിൽ, കർണാടകത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉൾപ്പെടെ 7 വർഷമെങ്കിലും കർണാടകത്തിൽ തുടർച്ചയായിട്ട് പഠിക്കണം എന്നുള്ളതാണ് കർണാടകത്തിൻ്റെ എലിജിബിലിറ്റി. അതുണ്ട് എന്നുണ്ടെങ്കിൽ കർണാടകത്തിലും പ്രത്യേകം അപ്ലൈ ചെയ്യണം ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടുകാരായിരിക്കണം, അവിടുത്തെ നേറ്റീവ് ആയിരിക്കണം, പെർമനൻ്റ് അഡ്രസ്സ് അവിടെ ആയിരിക്കണം, ആധാർ അവിടെ ആയിരിക്കണം, റേഷൻ കാർഡ് അവിടെ ആയിരിക്കണം, 6 മുതൽ 12 വരെ അവിടെ പഠിക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആന്ധ്രയിലും തെലങ്കാനയിലും മറ്റ് നിയമങ്ങളാണ് 11, 12 ഉൾപ്പെടെ അവിടെ പഠിക്കണം എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും അങ്ങനെയാണ്, 11, 12 അവിടെ പഠിക്കണം. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും ആ സ്റ്റേറ്റ് കോട്ടയ്ക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക്, അതാരാണെങ്കിലും ഈ സൈറ്റുകളിലെല്ലാം, ഈ വെബ്സൈറ്റുകളിലെല്ലാം, ഈ സ്റ്റേറ്റുകളിലെല്ലാം പ്രത്യേകം അപേക്ഷകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് കേരളത്തിൽ ജനിച്ച കുട്ടി കർണാടകത്തിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലും അപ്ലൈ ചെയ്യാം, കർണാടകത്തിലും അപ്ലൈ ചെയ്യാം. അദ്ദേഹം ഡൽഹിയിലാണ് പഠിച്ചതെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പം
ഓരോരോ സംസ്ഥാനങ്ങളിലെയും പലതരത്തിലുള്ള നിയമങ്ങളാണ്. ആ നിയമം സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാനുള്ള അർഹത ഉണ്ടാവും, എലിജിബിലിറ്റി ഉണ്ടാവും, നേറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ സാർ അങ്ങനെ ഈ പല സ്റ്റേറ്റുകളിൽ നമുക്ക് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എലിജിബിലിറ്റി ഉള്ള പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യുവൽ നേറ്റിവിറ്റി എന്ന് പറയും. ഇവിടെ അപ്ലൈ ചെയ്യുന്നവർക്ക് കർണാടകത്തിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും തമിഴ്നാട്ടിൽ, ഇപ്പം തമിഴ്നാട്ട് അത് കേരളക്കാർക്ക് കുഴപ്പമില്ല, കീമിന് കേരള എൻട്രൻസ് കമ്മീഷനൊക്കെ കുഴപ്പമില്ല. പക്ഷെ തമിഴ്നാട്ടുകാർക്ക് ഡ്യുവൽ നേറ്റിവിറ്റി ഒരിക്കലും അംഗീകരിക്കില്ല. അതായത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ തമിഴ്നാട്ടിലെ റാങ്ക് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തില്ല, അഡ്മിഷൻ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. തമിഴ്നാടുണ്ട്, പഞ്ചാബുണ്ട്, അങ്ങനെ പല സ്റ്റേറ്റുകളും ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് തമിഴ്നാടാണെന്ന് മാത്രം. പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഡ്യുവൽ നേറ്റിവിറ്റി ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതല്ലാത്തടത്തെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ നിയമ എലിജിബിലിറ്റി അനുസരിച്ച് പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാം, സ്റ്റേറ്റ് കോട്ട അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊന്നും ഓൾ ഇന്ത്യ കോട്ട സീറ്റുമായിട്ടോ എയിംസിൻ്റെ അഡ്മിഷനുമായിട്ടോ ജിപ്മറിൻ്റെ അഡ്മിഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അതിനൊന്നും നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതായിട്ടില്ല. ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 440 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ. അതിന് ഒരിടത്തും പ്രത്യേകം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ജൂലൈ 15 ഓൾ ഇന്ത്യ വെബ്സൈറ്റിൽ വെറുതെ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. എയിംസും ജിപ്മറും ഒക്കെ എന്നുള്ളത് ഡൊമിസിൽ ഫ്രീ ആണ്. ഏത് സ്റ്റേറ്റിൽ ജനിച്ചു, ഏത് സ്റ്റേറ്റിൽ +2 പഠിച്ചു എന്നുള്ളതിന് യാതൊരു പ്രയോറിറ്റിയുമില്ല. അതെല്ലാം കോമൺ ആണ്. ഏത് സ്റ്റേറ്റിൽ ആ കോളേജ് ഇരിക്കുന്നു എന്നുള്ളതിന് യാതൊരു മുൻഗണനയുമില്ല. എയിംസ് മധുര ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അത് തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല, അവിടുത്തെ മുഴുവൻ സീറ്റുകൾക്കും എല്ലാവർക്കും അർഹതയുണ്ട്. എയിംസ് റായ്പൂരിലാണെങ്കിലും ഋഷികേശിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും അർഹതയുണ്ട്. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് ഇരിക്കുന്നത്. പോണ്ടിച്ചേരിയിലെ സീറ്റുകൾ പോണ്ടിച്ചേരി നിവാസികൾക്ക് വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാത്ത സീറ്റുകൾക്ക് ഡൊമിസിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് മറ്റുള്ള സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് കോട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് പല വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നോർമലി നമുക്കറിയാം, കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ പഠിച്ച് ജനിച്ചൊരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ മാത്രമായിരിക്കും എലിജിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ അവർ നീറ്റിന് അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ കീമിനും അപ്ലൈ ചെയ്യുന്നു. ഈ 2 വെബ്സൈറ്റിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് മുമ്പ് നോർമലി അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. സാർ, അതുപോലെ തന്നെ കഴിഞ്ഞ വാരം നമ്മൾ പങ്കുവച്ചിരുന്നു കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ നേരത്തെ കീം പോലെ തന്നെയാണ്. അപ്പോൾ ഈ 2026 ഫെബ്രുവരിയിൽ തന്നെ കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ട ആപ്ലിക്കേഷൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥി അത് എന്തിനായിരിക്കണം അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ അതും പറഞ്ഞിരുന്നതാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റുകൾ MBBSന് 12 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. 24 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അവിടെയുണ്ട്. അതുപോലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, കേരളത്തിൽ കാത്തലിക്സ് വിഭാഗത്തിന് 55 സീറ്റുകൾ 8.5 ലാക്സിനുള്ള സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റുണ്ട്. ഒത്തിരി ആവശ്യക്കാരുണ്ട്. അത് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രവേശനം നേടണം. കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളിൽ 12 ലക്ഷം രൂപയ്ക്ക് MBBS സീറ്റ് വേണം, അല്ലെങ്കിൽ 6 ലക്ഷം രൂപയുടെ BDS സീറ്റുകൾ വേണം, അല്ലെങ്കിൽ 8.5 ലക്ഷത്തിൻ്റെ സെൻറ്റ് ജോൺസിൻ്റെ സീറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫെബ്രുവരിയിൽ തന്നെ കർണാടകയുടെ സൈറ്റിലും അപ്ലൈ ചെയ്യണം. അതിനുശേഷം നീറ്റിൻ്റെ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം നമുക്ക് താല്പര്യത്തിനനുസരിച്ച് വീണ്ടും അതിൻ്റെ തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോകാം. അതല്ല കേരളം മാത്രം മതി എന്നുണ്ടെങ്കിൽ കേരളമായിട്ട് മാത്രവും മുമ്പോട്ട് പോകാം. പക്ഷേ അപേക്ഷ ആദ്യം കൊടുക്കണമെന്ന് മാത്രം, അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക്. അതല്ലാതെ കർണാടകത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ചേരാനായിട്ട്, തമിഴ്നാട്ടിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ചേരാൻ, ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഓൾ ഇന്ത്യ കോട്ട വഴി ചേരാനായിട്ടോ മറ്റുള്ള എയിംസിലോ ജിപ്മറിലോ ഒന്നും ചേരാനായിട്ട് ഒരു സൈറ്റിലും നേരത്തെ ചെയ്യേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോൾ അതുപോലെ കർണാടകത്തിൽ 12 ലക്ഷം രൂപയാണെന്ന് സാർ. അതെ, മാനേജ്മെൻറ്റ് സീറ്റിന്. അതായത് ഈ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ 21 സ്വകാര്യ മെഡിക്കൽ കോളേജാണ് ഉള്ളത്. നമ്മുടെ പുഷ്പഗിരിയും ജൂബിലിയും അല്ലസറും അസീസിയും ഒക്കെ പോലുള്ള കോളേജുകൾ. അവിടെ 15% സീറ്റുകൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നമുക്കും 15% അർഹതയുണ്ട്. അതിനാണ് ഈ കർണാടകത്തിൽ 12 ലക്ഷത്തിന് അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ആന്ധ്രയിലും തെലുങ്കാനയിലും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് സ്റ്റേറ്റിലും, മഹാരാഷ്ട്രത്തിലോ ഏത് സ്റ്റേറ്റിലും അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 15% നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുക്കാം. ഗവൺമെൻറ് സീറ്റിനാണ് പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതില്ല.
സ്വകാര്യ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം അപ്ലൈ ചെയ്യണം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സ്വകാര്യ സീറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും ഒക്കെ എത്ര രൂപ വേണ്ടി വരും? തമിഴ്നാട്ടിൽ 15 ലക്ഷം രൂപയാണ്. ഓക്കെ. കർണാടകത്തിൽ 12 ആണെങ്കിൽ തമിഴ്നാട്ടിൽ 15 ലക്ഷം രൂപയാണ്. അവിടെ കൂടുതൽ ഫീസ് അല്ലാതെയും മേടിക്കുക. ഏതാണ്ട് ഒരു 19 ലക്ഷം രൂപയെങ്കിലും വാർഷിക ഫീസ് നമുക്ക് ചിലവ് വരും. പോണ്ടിച്ചേരി സെൻറ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ വരും, 19 ലക്ഷം രൂപയാണ് പോണ്ടിച്ചേരിയുടെ മാനേജ്മെൻറ്റ് സീറ്റിന്. ആന്ധ്രയിലും തെലുങ്കാനയിലും 12 ലക്ഷത്തിൻ്റെ സീറ്റുമുണ്ട്, 15 ലക്ഷത്തിൻ്റെ സീറ്റുമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഏതാണ്ട് ആ ഒരു റേഞ്ച് ഒരു 13 ലക്ഷം മുതൽ 15 ലക്ഷം വരെയെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റിന് വരും. അത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും വരും. ഉത്തർപ്രദേശ് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഒക്കെ, ഛത്തീസ്ഗഡ്, ഏത് സ്റ്റേറ്റിലും നമുക്ക് കിട്ടും. നമുക്കൊരു പരിചയമുണ്ടെങ്കിൽ, പരിചയത്തിൻ്റെ പുറത്തല്ല കിട്ടുന്നത്, നമുക്കപ്പോൾ അവിടെ പോയി നിൽക്കാൻ ആ സ്റ്റേറ്റുമായിട്ട് നമുക്കൊരു പരിചയമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും പ്രത്യേകം അപ്ലൈ ചെയ്യാം. അത് എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ, ഈ കർണാടക ഒഴിച്ചുള്ളിടത്തെല്ലാം തന്നെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ വരുന്നതെന്ന് മാത്രം. കർണാടകത്തിലും കേരളത്തിലും മാത്രമാണ് ഈ ഫെബ്രുവരി ആപ്ലിക്കേഷൻ വരുന്നത്. സാർ, ഇപ്പോൾ സെൻറ്റ് ജോൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ CMC വെല്ലൂർ. അതെ, നമുക്കിപ്പം സ്വകാര്യ മേഖല, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കോളേജുകളിലല്ലേ എയിംസിൻ്റെ കാര്യമൊക്കെയാണ് നമ്മളെപ്പോഴും കൂടുതൽ പറയുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയിലുള്ള ഇന്ത്യയിലെ ഇപ്പോൾ ഏത് കോളേജ് എടുത്ത് നോക്കിയാലും ആദ്യത്തെ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ CMC വെല്ലൂരിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. സെൻറ്റ് ജോൺസിൻ്റെയും ആ ലിസ്റ്റിലുണ്ടായിരിക്കും. എയിംസും ജിപ്മറും ഓൾ ഇന്ത്യ ലെവലിലുള്ള കോളേജുകളും എല്ലാം എടുത്ത് നോക്കിയാൽ പോലും ആദ്യ 10ലുള്ള 2 കോളേജുകളാണ് ഇത് രണ്ടും. ഓക്കെ സാർ, ഇപ്പോൾ CMC വെല്ലൂരിലെ ഫീസും അതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സും ഒക്കെ എങ്ങനെയായിരിക്കും? CMC വെല്ലൂരിൽ നമുക്കറിയാം, അത് കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അവിടെ നമുക്ക് 55,000 രൂപ മാത്രമേ, 55,000 മാത്രമേ അവിടുത്തെ ട്യൂഷൻ ഫീസുള്ളൂ. സെൻറ്റ് ജോൺസിൽ 8.5 ലാക്സാണ് ഫീസ്. അത് കേരളത്തിലെ കാത്തലിക്സ് വിഭാഗത്തിന് മാത്രമായിട്ട്, കർണാടകത്തിന് പുറത്തുള്ള കാത്തലിക്സ് വിഭാഗത്തിന് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റാണ്. എന്നാൽ CMC വെല്ലൂരിലെ സീറ്റുകൾ എന്ന് പറയുന്നത് ഫീസ് ഏറ്റവും കുറവുള്ളതാണ്. 55,000 മാത്രമേ ഫീസുള്ളൂ. പക്ഷേ ഈ CMC വെല്ലൂരിൽ വളരെ കാലം സുപ്രീം കോടതിയായിട്ടൊരു കേസൊക്കെ നടത്തിയിട്ട് അത് സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധി പ്രകാരം 100 സീറ്റുകൾ മൊത്തമുണ്ട്. അതിൽ 50 സീറ്റുകൾ തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതൊരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ കോളേജാണ്. 50 സീറ്റുകൾ തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. തമിഴ്നാട്ടിലുള്ള ജനറൽ വിഭാഗത്തിന് 20 സീറ്റുകളും അവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന് 30 സീറ്റുകളും അങ്ങനെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 50 സീറ്റുകളിൽ 10 സീറ്റുകൾ CMC വെല്ലൂരിൻ്റെ സ്റ്റാഫിൻ്റെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. പിന്നെയുള്ള 40 സീറ്റുകളിൽ 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഓപ്പൺ കാറ്റഗറിയിലുള്ളൂ. അതായത് തമിഴ്നാട്ടിന് പുറത്തുള്ള കേരളമോ കർണാടകമോ ആന്ധ്രയോ തെലുങ്കാനയോ എവിടെയെങ്കിലുമുള്ള ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആയിട്ടുള്ള ഒരു ജനറൽ വിഭാഗത്തിന് CMC വെല്ലൂരിൽ 2 സീറ്റേ ഉള്ളൂ. നോർമലി അത് ഏറ്റവും ഉയർന്ന മാർക്കിനാണ് പോകുന്നത്. അതല്ലാതെ ഏതാണ്ട് 62ഓളം മൈനോറിറ്റി വിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് ആയിട്ടാണ് ബാക്കി 38 സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത്. യാക്കോബൈറ്റ്, മലങ്കര, അങ്ങനെ പല വിഭാഗത്തിനായിട്ട്, ക്രിസ്ത്യൻ്റെ തന്നെ ഓൾ ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ അങ്ങനെയാണ് 38 സീറ്റുകൾ CMC വെല്ലൂർ മാറ്റി വെച്ചിരിക്കുന്നത്. അത് എല്ലാ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയുള്ളൂ. പക്ഷേ അതാത് സമുദായത്തിൽപ്പെട്ട ഏറ്റവും മാർക്കുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സെൻറ്റ് ജോൺസിൽ നമ്മൾ ഇത്രയും സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ ഓൾ ഇന്ത്യ റാങ്ക് 90,000 വരെയുള്ള കേരളത്തിലെ കാത്തലിക്സിന് സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ CMC വെല്ലൂർ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും അവിടുത്തെ സീറ്റുകൾ നമുക്ക് വളരെ കുറവാണ്. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില വിഭാഗങ്ങൾക്ക് അവിടെ സീറ്റ് റിസർവേഷൻ ഉണ്ട് താനും. സാർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കീമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ കർണാടകയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ CMC വെല്ലൂരിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഫോർമാറ്റ്? ഇപ്പം മാർച്ച് മാസത്തിൽ CMC വെല്ലൂരിൻ്റെ മാത്രമായിട്ടൊരു ആപ്ലിക്കേഷൻ വരും. ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സെൻറ്റ് ജോൺസിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ CMC വെല്ലൂരിൻ്റെ നമ്മളൊരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം മാർച്ച് മാസത്തിൽ CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയും അവിടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉള്ള കുട്ടികൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏപ്രിലിനുള്ളിൽ അയച്ചു കൊടുക്കുകയും ചെയ്യണം. എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ട് 2 സീറ്റുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 62 വിഭാഗത്തിന് 38 സീറ്റുകളുണ്ട്. അത് ഓരോ വിഭാഗത്തിനും 2 സീറ്റുകളും അല്ല, 1 സീറ്റൊക്കെ ഉള്ളൂ. പക്ഷേ 38 സീറ്റുകളും അല്ല,
ഓരോരോ സീറ്റുകളല്ല 2 സീറ്റുകളൊക്കെ വെച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ജൂൺ 20 കൂടിയാണ് TNMedicalSelection.net എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ആ സമയത്താണ് തമിഴ്നാട്ടിലെ 15 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടും CMC വെല്ലൂരിന് വേണ്ടിയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ജൂൺ 20 കൂടി തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. തമിഴ്നാട്ടിലുള്ള കോളേജുകളിൽ ഇപ്പോൾ PSG പോലെയുള്ള തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനാണ് നമ്മൾ TNMedicalSelection.net എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നത്. അതിലൂടെ തന്നെയാണ് വെല്ലൂരിലെ പ്രവേശനവും നടക്കുന്നത്. സാർ, അതുപോലെ തന്നെ ESA IP കോട്ട ഇപ്പോൾ 2026 നീറ്റിലേക്ക് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ചില അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരായിട്ട് പുതുതായി കടന്നു വന്ന ആളുകളുണ്ട്. അവരുടെ അറിവിന് വേണ്ടി ചോദിക്കണം, എന്താണ് ഈ ഒരു ESA IP വാർഡ് കോട്ട എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ 19 ESI മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ ESI മെഡിക്കൽ കോളേജുകളിൽ ഉള്ള സീറ്റുകളിൽ 35% സീറ്റുകൾ ESI ആനുകൂല്യമുള്ളവരുടെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതാണ് ESI IP വാർഡ് അല്ലെങ്കിൽ ESI IP കോട്ട എന്ന് പറയുന്നത്. ഈ 19 കോളേജുകളിലെയും ഏതാണ്ട് 650 മുകളിലുള്ള സീറ്റുകൾ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് 24,000 രൂപ ഫീസിൽ 24,000 ഫീസ് മാത്രമേ ഉള്ളൂ വാർഷിക ഫീസ്. ആ ഫീസിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 50,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്കാണ്. വിവിധ റിസർവേഷൻ ഉണ്ട് അവിടെ. ജനറലുണ്ട്, OBC ഉണ്ട്, EWS ഉണ്ട്, SC/ST ഉണ്ട്, PWD ഉണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് റിസർവേഷനൊക്കെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്. അതിൽ മെറിറ്റിൽ അല്ലെങ്കിൽ OBCയിലൊക്കെ ഏതാണ്ട് 50,000 റാങ്ക് വരെയുള്ളവർക്കാണ് ESI IP വാർഡ് വെച്ചിട്ട് ESI കോളേജുകളിൽ പ്രവേശനം ലഭിച്ചത്. സാർ, ഇപ്പോൾ ESI കോട്ടയിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു സീറ്റ് നമുക്ക് കിട്ടുക? എന്തായിരിക്കും അതിൻ്റെ അർഹത? അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ 21,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് ESI അംഗത്വം ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ട ഇൻഷുറൻസ്, അവർക്ക് വേണ്ട അവധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതൊരു ESI ഇൻഷുറൻസ് സ്കീമാണ്. ആ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന 21,000 താഴെ വരുമാനം 21,000 താഴെയുള്ളവർക്ക് മാത്രമേ ESI അംഗത്വം കിട്ടുകയുള്ളൂ. ഇപ്പം അതൊക്കെ വരുമാനം ഉയർത്താനായിട്ട് പോകുന്നുണ്ട്. നിലവിൽ 21,000 താഴെ ശമ്പളമുള്ളവർക്കാണ് ESI അംഗത്വം കിട്ടുക. അങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ESI അംഗത്വമുള്ള അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കാണ് ESI IP വാർഡ് വെച്ച് MBBS സെലക്ഷൻ കിട്ടുന്നത്. അതിന് നമ്മൾ അച്ഛനും അമ്മയോ ESI IP ആയിട്ടുള്ള അതിൻ്റെ ഒരു കാർഡുണ്ടായിരിക്കണം. ഈ കുട്ടിയുടെ പേര് ആ കാർഡിനകത്ത് ആഡ് ചെയ്തിരിക്കണം. നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം മെയ് 3 ശേഷം മെയ് മാസത്തിൽ തന്നെ ESIയുടെ വെബ്സൈറ്റ് വഴി നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്ത് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. ഈ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്കാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി ഈ 19 കോളേജുകളിലെ 650ഓളം സീറ്റുകൾ കിട്ടുന്നത്. അതാണ് 50,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയെന്ന് പറയുന്നത്. 24,000 രൂപ മാത്രമേ അതിന് വാർഷിക ഫീസുള്ളൂ. MBBSന് 4.5 വർഷത്തെ MBBS പഠനവും 1 വർഷത്തെ ഹൗസ് റെൻസിക്കും ശേഷം 1 വർഷം വലിയ ഉയർന്ന ശമ്പളത്തോടു കൂടി തന്നെ ബോണ്ട് ചെയ്യുകയും വേണം. ESIയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ബോണ്ട് ചെയ്യാമെന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് നമ്മൾ ESI IP വാർഡായിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. 1-2 സംശയം. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, അതിൽ അച്ഛൻ തന്നെയാണെങ്കിൽ നല്ല ഉയർന്ന സാലറി മേടിക്കുന്ന ഒരാളാണ്, മറ്റൊരാൾ ESIക്ക് അർഹതയുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഗണിക്കാൻ പറ്റും? ഇല്ല, അതൊന്നും ബാധകമല്ല. 2025 സെപ്റ്റംബറിലെങ്കിലും ESI അംഗത്വം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ നിയമമുള്ളൂ. അല്ലാതെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഇത്രയായിരിക്കണം, ഇതിൽ ഒരു പേരൻറ്റിന് ഗവൺമെൻറ് ജോലി ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള യാതൊരു നിബന്ധനയുമില്ല. അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ ESI അംഗത്വം ഉണ്ടായിരിക്കണം. അവർ ഈ സെപ്റ്റംബറിലെങ്കിലും മെമ്പർ ആയിരിക്കണമെന്ന് മാത്രമേ നിയമമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ESI IP സർട്ടിഫിക്കറ്റ് കിട്ടും. തീർച്ചയായിട്ടും ESIയുടെ കോളേജുകളിൽ പ്രവേശനത്തിനുള്ള അർഹത ഉണ്ടായിരിക്കും. സാർ, അതുപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് ജോലി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ്? ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ ജോലിയുള്ള ഒരാൾ, അപ്പോൾ ഏത് പ്രൈവറ്റ് ജോലിയും ഒരു 7 അംഗങ്ങളിൽ മുകളിലുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ അവിടെ ESI ഉണ്ടായിരിക്കണം നിർബന്ധമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഏത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാവും. CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, ISC സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ജോലിയുള്ളവർക്കെല്ലാം ഇതിനുള്ള അർഹതയുണ്ട്. ഇപ്പം നമ്മുടെ ബ്രില്യൻറ്റിലുണ്ട്, പക്ഷേ ശമ്പളം 21,000 താഴെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആ ഒരു ലെവലിൽ
ഉള്ള ആൾക്കാർക്ക് ESI ഉണ്ട്, അവരുടെ മക്കൾക്ക് ഇതിൻ്റെയൊക്കെ ആനുകൂല്യം ഉണ്ടാവും. അപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ സാലറിയിൽ ESI കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കണം. ESI കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീറ്റിന് അർഹതയുണ്ടാവും. സാർ, ഇപ്പോൾ കാറ്റഗറി വൈസ് ഉള്ള പരിഗണന വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ESI കൂടെ തീർച്ചയായിട്ടും ESI എന്ന് പറയുന്നത് സാമുദായിക സംവരണമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം OBC ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ EWS ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ SC ആയിട്ടാണ്, അല്ലെ ST ആയിട്ടാണ്, അല്ലെങ്കിൽ PWD ആയിട്ടാണെന്നുണ്ടെങ്കിൽ ESIക്കകത്ത് ആ സംവരണം എല്ലാം കിട്ടും. അപ്പോൾ ഒരാൾ EWS ആണെന്ന് വിചാരിച്ച് ESIക്ക് അപ്ലൈ ചെയ്യാൻ മേലായില്ല, രണ്ടും കിട്ടും. അത് ESI എന്ന് പറയുന്നത് ESI മെഡിക്കൽ കോളേജുകളിലുള്ള 19 കോളേജുകളിൽ മാത്രമാണ് പ്രവേശനം എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. സാർ, ഇപ്പോൾ ESI അതിനെക്കുറിച്ച് കുറച്ചൊരു ഉദാഹരണങ്ങൾ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. കേരളത്തിൽ ESI കോളേജുകൾ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ESI കോളേജാണ്. ESI ആണ് ആ കോളേജ് തുടങ്ങി അതിനുശേഷം ഗവൺമെൻറ് വിട്ടുകൊടുത്താണ്. ESI കൊല്ലത്ത് ഇപ്പോഴും 35% സീറ്റുകൾ ESI IP വാർഡുകൾക്ക് മാത്രമാണ് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ 2 കോളേജുണ്ട്, കോയമ്പത്തൂരും ചെന്നൈയിലും ഉണ്ട്. കർണാടകത്തിൽ 2 കോളേജുകളുണ്ട്, ഗുൽബർഗയിലും ബാംഗ്ലൂരിലും ഉണ്ട്. ഹൈദരാബാദുണ്ട്, കൊൽക്കട്ടയുണ്ട്, ബിട്ടയുണ്ട്, മാൻഡിയുണ്ട്. 19 കോളേജുകളാണുള്ളത്. 19 കോളേജുകൾ ESIയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് 8 കോളേജുകൾ പുതിയതായിട്ട് ആരംഭിച്ചത്. ഇനിയും ആ മേഖലയിൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ പുതിയ കോളേജുകൾ ഉറപ്പായിട്ട് വരും. ഏതാണ്ട് 650 മുകളിൽ സീറ്റുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. 50,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് നമ്മൾ പ്രവേശനം കിട്ടി എന്ന് നമ്മൾ പറയുകയും ചെയ്തല്ലോ. സാർ, ഇപ്പോൾ ESI കോളേജിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിലുള്ളതൊക്കെ, അപ്പോൾ അവിടെ ഈ ഒരു ESI കൺസിഡറേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് അഡ്മിഷൻസ് കിട്ടുമോ? തീർച്ചയായിട്ടും. ഈ കോളേജുകൾ ഏത് സംസ്ഥാനത്താണോ സ്ഥിതി ചെയ്യുന്നത് ആ സംസ്ഥാനത്തിലുള്ള അവിടെ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്കാണ് 50% സീറ്റുകൾ. ഇപ്പോൾ കൊല്ലം മെഡിക്കൽ കോളേജ് കേരളത്തിലുള്ളതല്ലേ, അപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചാണ് അവിടുത്തെ 50% സീറ്റുകൾ. 35% മാത്രമേ ഉള്ളൂ ESI IP വാർഡുകൾക്ക്. 15% ഓൾ ഇന്ത്യ കോട്ട വഴി ഇന്ത്യയിലുള്ള എല്ലാവർക്കും കിട്ടും. എന്ന് പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂരിലും ചെന്നൈയിലും 15% ഓൾ ഇന്ത്യ കോട്ട വഴി ESI IP അല്ലാത്ത നമുക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്യാം. 35% ESI IP വെച്ചിട്ടുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. കേരളീയർ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 50% സീറ്റ് തമിഴ്നാട് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ സ്ഥിതി ചെയ്യുന്നത് 50% സീറ്റുകൾ ആ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമാണ്. 35% സീറ്റുകൾ ESI IP വാർഡ് മാത്രം, 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്. സാർ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസ് ഘടന എങ്ങനെയായിരിക്കും? പല കോളേജിലും പല ഫീസുകളായിരിക്കും. ESI IP വാർഡായിട്ടാണ് നമ്മൾ ഏത് കോളേജിൽ കയറുന്നതെങ്കിലും 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. കൊല്ലത്താണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും എവിടെയാണെങ്കിലും 24,000 മാത്രമേ ഉള്ളൂ. ESI IP വാർഡ് അല്ലാതെയാണ് കയറുന്നതെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഫീസ് നമ്മൾ അടയ്ക്കണം. ഇപ്പം കൊല്ലം പാരിപ്പള്ളി 25,000 25,000 മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലാണെങ്കിൽ കോയമ്പത്തൂർ 18,000 രൂപയെ ഫീസുള്ളൂ. പക്ഷേ ചെന്നൈ മെഡിക്കൽ കോളേജിൽ 1,00,000 രൂപയെ ഫീസ്. അതുപോലെ തന്നെ കർണാടകത്തിൽ ബാംഗ്ലൂരിലും ഗുൽബർഗയിലും 1,00,000 രൂപയാണ് ഫീസ്. അത് ESI IP അല്ലാത്തവർക്ക്. ഓൾ ഇന്ത്യ കോട്ട വഴി കയറുന്നെങ്കിലും അല്ലാതെ സ്റ്റേറ്റ് കോട്ട വഴി കയറുന്നെങ്കിലും ഫീസ് കൂടുതലാണ്. ESI IP വായിട്ടാണ് കയറുന്നതെങ്കിൽ 24,000 മാത്രമേ ഫീസുള്ളൂ. സാർ, അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ നീറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കീമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അതായത് നമ്മുടെ കോളേജുകൾ ഇതായിരിക്കണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നമ്മളിപ്പം MBBS വേണം, അല്ലെ BDS വേണം, അല്ലെ അഗ്രികൾച്ചർ വേണം, അല്ലെ ESI വേണം, അങ്ങനെയൊന്നും നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ പറയേണ്ട കാര്യമില്ല. നീറ്റിന് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആ പരീക്ഷ എഴുതാനായിട്ട് മാത്രം. അതിനുശേഷം കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെഡിക്കൽ എന്നുള്ള കോമൺ വേർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് MBBSനോ BDSനോ അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിന്നീടാണ് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. കോമൺ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. സാർ, ഇപ്പോൾ കേരളത്തിൽ അഗ്രികൾച്ചർ മേഖലയിലേക്കുള്ള പ്രവേശനം നീറ്റ് വഴിയാണെന്നുള്ളത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് 85%. അതെ. അപ്പോൾ ഈ ഓൾ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ? പിന്നെ അതുപോലെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ICAR. ഓക്കെ, അതെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു CUETയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതി അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ വെച്ച് തയ്യാറാക്കുന്ന ഓൾ ഇന്ത്യ റാങ്കിൽ നിന്നാണ് കേരളത്തിലെ അടക്കമുള്ള ഇന്ത്യയിലെ മൊത്തം അഗ്രികൾച്ചർ കോളേജുകളിലെയും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എന്ന് പറയും. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ സീറ്റ് നീറ്റിൽ നിന്നല്ല, CUETയിൽ നിന്നാണ്.
സർ അതുപോലെ CUET-യുടെ ആപ്ലിക്കേഷൻ വരാറായി, എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഇല്ല, CUET.NTA.NIC.in മാർച്ച് ആദ്യത്തെ ആഴ്ചയാണ് ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ICAR-എന്നോ അല്ലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ ഒന്നും പറയേണ്ടതായിട്ടില്ല. നമ്മൾ +2-ന് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നമുക്ക് പരീക്ഷകൾ എഴുതുന്നു. നമ്മൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഒന്നും പറയുന്നില്ല, അപ്ലൈ മാത്രം ചെയ്യുന്നു. അതിനുശേഷം ജൂണിൽ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അഗ്രികൾച്ചർ വേണോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ വേണോ ഒക്കെ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ മെയ് 10-ന് ശേഷം നടക്കുന്ന ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതിന് +2-ന് പഠിച്ച സബ്ജക്റ്റുകൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇല്ലാതെ ജനറൽ ടെസ്റ്റ് മാത്രമേ അതല്ല എഴുതാൻ പറ്റുള്ളൂ. ഇത് പഠിക്കാത്ത ഒരാൾക്ക് അഗ്രികൾച്ചറിൻ്റെ പരീക്ഷ എഴുതാനാവില്ല. പക്ഷേ അഗ്രികൾച്ചറിൻ്റെ അഡ്മിഷൻ എടുക്കാം, അഗ്രികൾച്ചറിൻ്റെ പരീക്ഷ എഴുതാനാവില്ല. അല്ലാത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് പരീക്ഷ എഴുതാനാവില്ല. +2 പഠിച്ച സബ്ജക്റ്റ് വെച്ചിട്ട് ഏത് മേഖലയിലോട്ടും എക്കണോമിക്സോ അക്കൗണ്ടൻസിയോ BCom ഏതിലോട്ട് വേണമെങ്കിലും പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ് CUET. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടും ആ സമയമാകുമ്പം ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും NEET 2026 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നമ്മുടെ കീമിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട, ESI മെഡിക്കൽ കോളേജ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൊക്കെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ ശിവൻ സാറിന്. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർവേഷനെ കുറിച്ചും അതിന് സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകർ ഇന്നലെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്തായിരുന്നു, സാർ ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും 1 by 1 ആയിട്ട് വീഡിയോ ചെയ്തു തരാമോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കീപ്പ് ചെയ്ത് വന്നിരുന്നൊരു രീതിയാണത്. കൃത്യമായിട്ട്, അതായത് അപ്ഡേഷൻ വരുന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ആ ഇൻഫർമേഷൻ ഏറ്റവും ആധികാരികമായി എത്തിക്കുന്നത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ നമ്മുടെ ചാനലിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ബ്രില്യൻറ്റിലെ ഈ ഒരു നോട്ടിഫിക്കേഷൻസും അതുപോലെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ഒക്കെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, അവരെയും ഈ വിവരങ്ങൾ കൂടുതൽ അറിയിക്കുക. മാക്സിമം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അലേർട്ടായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ആധികാരികമായി തന്നെ നിങ്ങളെ അറിയിക്കും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാരണം ഇപ്പം ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയോ തമിഴ്നാടോ ആന്ധ്രയോ തെലുങ്കാനയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ നമ്മുടെ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിനെ നോക്കിക്കഴിഞ്ഞാലും CUET നോക്കിക്കഴിഞ്ഞാലും ഐസറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എയിംസ് BSc നഴ്സിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസർ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിൽ നമുക്ക് പ്രവേശനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിനെ വിശ്വസിച്ച് ബ്രില്യൻ്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ലോകമെമ്പാടും വരുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.